ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. എൻ്റെ പേര് സാറ ആബിദ്. ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. കഥയുടെ പേര് അമ്മയാടും കുഞ്ഞുങ്ങളും. പണ്ട് ഒരിടത്ത് അമ്മയാടും 5 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അമ്മയാട് തീറ്റ തേടാൻ പോവുകയായിരുന്നു. അമ്മയാട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ആര് വന്ന് വിളിച്ചാലും വാതിൽ തുറക്കരുത്. ഞാൻ വന്ന് വിളിച്ചാൽ മാത്രമേ വാതിൽ തുറക്കാവൂ. അപ്പോൾ കുഞ്ഞുങ്ങൾ അമ്മയാടിനോട് ചോദിച്ചു, അമ്മയാണ് എങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാവും? അപ്പോൾ അമ്മയാട് പറഞ്ഞു, ഞാൻ ഒരു പാട്ട് പാടിത്തരാം. അത് കേട്ട് നിങ്ങൾ വാതിൽ തുറന്നാൽ മതി. അമ്മയാട് പാട്ടുപാടി. പുന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്ന രമ്മതൻ പൂക്കിളി, സാക്ഷായിടക്കുവിൻ വാതിൽ തുറക്കുവിൻ, സാക്ഷായി ജനനീയൻ ഉള്ളിൽ കടത്തുവിൻ. എന്നിട്ട് അമ്മയാട് തീറ്റ തേടാൻ പോയി. അതെല്ലാം വലിയ ഞാവൽ മരത്തിലുണ്ടായ ഒരു കുറുക്കൻ കേൾക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുറുക്കൻ വന്നു പാടി. പുന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്ന രമ്മതൻ പൂക്കിളി, സാക്ഷായിടക്കുവിൻ വാതിൽ തുറക്കുവിൻ, സാക്ഷായി ജനനീയൻ ഉള്ളിൽ കടത്തുവിൻ. കുഞ്ഞുങ്ങൾ വാതിൽ തുറന്നു. കുറുക്കനെ കണ്ടതും കുഞ്ഞുങ്ങൾ ചിതറി ഓടാൻ തുടങ്ങി. കുറുക്കൻ കുഞ്ഞുങ്ങളെ വിഴുങ്ങിത്തിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മ കൈ നിറയെ പലഹാരവുമായി വീട്ടിൽ എത്തി. എന്നിട്ട് പാട്ടുപാടി. പുന്നാര മക്കളെ, തലവീർത്ത മക്കളെ, പുല്ലിൽ കളിക്കുന്ന രമ്മതൻ പൂക്കിളി, സാക്ഷായിടക്കുവിൻ വാതിൽ തുറക്കുവിൻ, സാക്ഷായി ജനനീയൻ ഉള്ളിൽ കടത്തുവിൻ. തുറന്നില്ല. അമ്മയാട് മുട്ടി നോക്കി. തുറന്നു. അമ്മയാടിന് മനസ്സിലായി, ഞാവൽ മരത്തിലുണ്ടായ ചവിട്ടിയിട്ടാണ് കുറുക്കൻ വന്നത് എന്ന്. കുറുക്കൻ ഇരിക്കുന്ന സ്ഥലത്ത് എത്തി. കുറുക്കൻ അമ്മയാടിനെ കണ്ടതും കുറുക്കൻ ഓടാൻ തുടങ്ങി. അമ്മയാട് ഓടി കുറുക്കന്റെ വാൽ പിളർന്ന് കുഞ്ഞുങ്ങളെ പുറത്തെടുത്തു. അമ്മയാടും കുഞ്ഞുങ്ങളും ഓടി രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, ഞങ്ങൾ ഏത് ആപത്തിൽ നിന്നും രക്ഷിക്കാൻ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ടല്ലോ. അതുകൊണ്ട് മാതാപിതാക്കൾ പറയുന്നതെല്ലാം അനുസരിച്ച് വളരണം. നന്ദി.